പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദൈവപുത്രനായ യേശു പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. ദൈവജനത്തിൻ്റെ മോചനത്തിനായിട്ടാണ് യേശുവിനെ അയച്ചിരിക്കുന്നത്. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകി മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകനും വിമോചകനുമായിട്ടാണ് യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിതം മുഴുവൻ നാം നോക്കിയാൽ യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും മനുഷ്യകുലത്തിൻ്റെ മോചനത്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് കാണാം. പിശാചുബാധിതരെ മോചിപ്പിച്ചുകൊണ്ടും ശാരീരികവും മാനസികവുമായി അന്ധതയിൽ കഴിഞ്ഞവരെ മോചിപ്പിച്ചുകൊണ്ടും രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടും യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. യേശു പറഞ്ഞിട്ടുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. അപ്പോൾ പിതാവായ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗം അല്ലെങ്കിൽ വഴി യേശുവാണ്. ഈശോയുടെ മാർഗം പിൻചെന്നുകൊണ്ട് നാം നമ്മുടെ അനുദിന ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതക്രമത്തെ ശരിയായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ മോചനത്തിന് തടസ്സം നിൽക്കുന്നതായ ഘടകങ്ങളെ, എല്ലാ തിന്മകളെയും അശുദ്ധിയെയും ഉപേക്ഷിച്ചുകൊണ്ട് യേശു കാണിച്ചു തന്നിരിക്കുന്ന മാർഗത്തിലൂടെ പോകുമ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണമെന്നാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വചനം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. വഴിയും സത്യവും ജീവനുമായ യേശുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.